പ്രാർത്ഥിക്കുന്നവരെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെയും ഉടമ്പടിയോട് വിശ്വസ്ത പാലിക്കുന്നവരെയും ആരെയും ദൈവം കൈവിടത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചില സമയത്ത് ചെറുക്കെങ്കിലും സാക്ഷ്യം പറയാൻ വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കാര്യം അമ്മ അറിയാതെ നിങ്ങളെ ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കാര്യത്തിന് തീയതി കുറിച്ചിട്ടുണ്ട്. ദൈവം കുറിച്ച തീയതികളിൽ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ കാരുണ്യമുണ്ടാകും. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവദുരിതങ്ങൾ, വിവിധ പ്രയാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകമായി പടരണമേ, വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, ഇപ്പോഴും അച്ഛൻ ഈശോയെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യങ്ങൾ, പ്രാർത്ഥിക്കാമെന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ഉദരസംബന്ധമായ രോഗങ്ങളാണ്. ശ്വാസകോശ രോഗങ്ങളുണ്ട്, പക്ഷെ അത് കാണിക്കണില്ല. അത് പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പോഴും കാണിച്ച രോഗങ്ങളെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉദരസംബന്ധമായ രോഗങ്ങളിലെ അൾസർ, അരിസസ്, കുടൽ രോഗങ്ങൾ, കുടലിലെ പുണ്ണുകൾ, പാങ്ക്രിയാസിക് രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ എല്ലാം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കിഡ്നി രോഗങ്ങൾ അങ്ങ് സ്പർശിക്കണമേ, മൂത്രാശയ രോഗങ്ങൾ അങ്ങ് സ്പർശിക്കണമേ, മലബന്ധമുള്ളവരെ ഉദരത്തില് അങ്ങ് സ്പർശിക്കണമേ, പാങ്ക്രിയാസിക് രോഗങ്ങൾ, അണ്ഡാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ അങ്ങ് സ്പർശിക്കണമേ, ഉദരാശയ രോഗങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉദര രോഗങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരവധിയായ രോഗങ്ങൾ അത് സുഖപ്പെടുത്തുന്ന പോലത്തെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ദേഹം ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാക്ഷ്യങ്ങൾ, അമ്മ ഇത്രയും 2018 അതേ അനുഗ്രഹങ്ങൾ 2019 കുറച്ചുകൂടി വേഗത്തിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് 16 വർഷം, 14 വർഷം, 7 വർഷം മക്കളില്ലാത്തൊരു സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഡോക്ടർമാരുടെ തള്ളിക്കളഞ്ഞ കേസ് പോലും അമ്മ എടുത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ, ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്ന ദമ്പതികൾ അമ്മേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, ഇപ്പോഴ് പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? മക്കളില്ലാത്തവരുടെ ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ, മക്കളില്ലാത്ത ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ, മക്കളില്ലാത്ത ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ.
മക്കളില്ലാത്ത ഉദരത്തിലുള്ള അമ്മ, എല്ലാ അമ്മമാരും മക്കളായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. വൈവാഹിക ദോഷങ്ങൾ, വൈവാഹിക തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ഈ നിമിഷം തടസ്സങ്ങൾ മാറട്ടെ. മക്കളില്ലാത്തവരെ, ഈശോ പഠിക്കാത്ത കുഞ്ഞുങ്ങൾ വഴിപിഴച്ച കുഞ്ഞുങ്ങൾ, അനുസരണയില്ലാത്ത കുഞ്ഞുങ്ങൾ, തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ടിട്ട് കർത്താവ് ആത്മാവ് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹത്തിൽ ചോദിപ്പിനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ചോദിപ്പിനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മക്കളെ, സ്ഥലം വിറ്റുമാറാൻ പറ്റാതെ ഇരിക്കുന്നവരെ, സ്ഥലമില്ലാത്തവരെ, വീട് ഇല്ലാത്തവരെ, വാടകയ്ക്ക് ഒട്ടികം പാട്ടത്തിന് താമസിച്ച് പല പല കുരുക്കുകളും കുഴങ്ങിയിരിക്കുന്നവരെ, ജോലി ഇല്ലാത്തവർ, വിദൂരങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവരെ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, വിസ പ്രയാസങ്ങളുള്ളവരെ, എമിഗ്രേഷൻ ട്രബിളുള്ളവരെ, PR-ൻ്റെ കുഴപ്പങ്ങളിൽ പെട്ടിരിക്കുന്നവരെ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ, കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കട്ടെ. വിദേശ ജോലികൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്തവർ ഈശോ അങ്ങ് സ്പർശിക്കണമേ കർത്താവ്. വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളം കിട്ടാത്തവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ഭവന ജീവിത ദുരിത തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ട്. ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. അഭിഷേകമേ, 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 കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. മക്കളെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, ഇടുങ്ങിയ വഴിയുള്ളവർ, തർക്കപ്പുരയിടത്തിൽ കിടക്കുന്നവർ, ഭാഗ ഉടമ്പടി ചെയ്യാത്തവർ, ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവർ, അതിൻ്റെ പേരിൽ എല്ലാ കാര്യവും ബ്ലോക്കായി, ലോണില്ല, വിവാഹമില്ല, ഒന്നുമില്ലാതെ വീട് ഉറഞ്ഞു പോയവർ, ഉറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അവിടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭവനരേ കർത്താവേ. സ്വന്തമായി ഭൂമിയില്ലാത്തവര്, കർത്താവേ, ഉറഞ്ഞ ഭവനങ്ങളിൽ താമസിക്കുന്നവര്, സോറിയാസിസ് രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, വാതരോഗങ്ങൾ, അതുപോലെ തന്നെ കൈയും കാലം തളർന്നു പോകുന്ന അവസ്ഥകൾ, ആ രോഗങ്ങളെല്ലാം ഈശോ സുഖപ്പെടുത്തുന്ന സമയമാണ്. നിങ്ങളെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാര്യം, ഉടമ്പടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ തളർന്നു കിടന്ന ആൾക്കാർ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്ന് തന്നു വന്ന സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്.
കർത്താവൊന്നും അസാധ്യമില്ലാത്തവരെ എല്ലാം സാധ്യമായവനെ വാതരോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ, വെരിക്കോസ് രോഗങ്ങൾ, ആണി രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, ഡേറ്റ് കാര്യങ്ങൾ, മക്കളുടെ ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം, അടുത്ത മാസം നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഉള്ള പ്രധാനപ്പെട്ട ഡേറ്റുകൾ സമർപ്പിക്കാൻ പോവുകയാണ്. ചില ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ഡേറ്റ് പരീക്ഷാ ഡേറ്റ് ആയിരിക്കാം, അത് നിങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുക. ചില ഡേറ്റുകൾ റിസൾട്ട് വരുന്ന ഡേറ്റ് ആയിരിക്കും, ആ ഡേറ്റ് ഇപ്പോൾ സമർപ്പിക്കുക. ചില ഡേറ്റുകൾ ടെസ്റ്റിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചിലത് യാത്ര ഡേറ്റ് ആയിരിക്കും, ചില ഡേറ്റുകൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചില ഡേറ്റുകൾ സ്ഥലം അളവിൻ്റെതായിരിക്കും, ചില ഡേറ്റുകൾ കേസിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചില ഡേറ്റുകൾ പണം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞവർക്ക് കൊടുക്കാനുള്ള ഡേറ്റ് ആയിരിക്കും, ചിലത് പണം നമുക്ക് കിട്ടാനുള്ള ഡേറ്റ് ആയിരിക്കും. ഇങ്ങനെ നിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നീ പ്രോമിസ് ചെയ്തിരിക്കണ, നീ പ്രതീക്ഷിക്കണതും നീ ഡേറ്റുകളെ ഇപ്പോൾ ഓർക്കുക. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, എല്ലാ തീയതികൾ, മക്കളോർത്ത തീയതികൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ആ തീയതികളുടെ മേൽ കർത്താവ് വിവാഹത്തിൻ്റെ തീയതികൾ, മനസ്സമ്മതത്തിൻ്റെ തീയതികൾ, നിശ്ചയത്തിൻ്റെ തീയതികൾ, യാത്രയുടെ തീയതികൾ, കേസിൻ്റെ തീയതികൾ, സ്ഥലത്തിൻ്റെ തീയതികൾ, കള്ളവെപ്പിൻ്റെ തീയതികൾ, വീട് നിർമ്മാണത്തിൻ്റെ തീയതികൾ, യാത്രയുടെ തീയതികൾ, സത്യത്തിന്റെ തീയതികൾ, യേശു ക്രിസ്തു നാമത്തിൽ ഓരോ തീയതികളും കർത്താവേ അവിടത്തേക്കുള്ളതാണ്. കാലങ്ങളും തീയതികളും കാലങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ കുടുംബത്തിൽ നടക്കേണ്ട നിരവധിയായ കാര്യങ്ങൾക്ക് ഡേറ്റ് തീരുമാനിച്ച എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നത് പറയുന്നു. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വികാരണത്തിന് വസ്തുക്കൾ എടുത്ത് പിടിക്കട്ടെ. കർത്താവ് കൃപാസനത്തിലൂടെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ഉദ്ദേശിച്ച് തന്നെ വിളിച്ച് നിങ്ങളെ ശക്തീകരിക്കാനും വിശുദ്ധീകരിക്കാനും വേണ്ടി വിളിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി ചെയ്യാത്തവർ ഈ മാസം തന്നെ ഉടമ്പടി ചെയ്ത് മാറ്റണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കളെ നേർച്ച പുസ്തകം ഉയർത്തി പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out your spirit, fire finger, soak with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, with the merit of the holy priesthood, I bless the hallelujah. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ മെച്ച വസ്തുക്കളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കും. ഹിന്ദി പത്രം, കൃപാസനത്തിൻ്റെ ഹിന്ദി പത്രം, ഇംഗ്ലീഷ് പത്രം രണ്ടെണ്ണം. ഇംഗ്ലീഷ് പത്രവും ഉണ്ട്, ഇംഗ്ലീഷ് ബ്ലെസ്സിങ്സും ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് ബ്ലെസ്സിങ്സും ഉണ്ട്. അതുപോലെ തമിഴ് പത്രമുണ്ട്. ഹിന്ദിയും തമിഴും ഇംഗ്ലീഷ് പത്രങ്ങൾ ഓഫീസിൽ ലഭിക്കും. സ്റ്റേറ്റ് വിട്ട് പോകുന്നവരും മലയാളികളല്ലാത്ത മേഖലകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇംഗ്ലീഷ് പത്രമോ ഹിന്ദി പത്രമോ തമിഴ് പത്രമോ മേടിക്കേണ്ടതാണ്. അടുത്ത മാസം മുതൽ തെലുങ്കും കന്നഡയും പത്രങ്ങൾ ലഭിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്.
ജീവിക്കുന്ന കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളെയും നിങ്ങളുടെ ജീവിത മേഖലകളെയും നിങ്ങളുടെ രോഗങ്ങളെയും സുഖപ്പെടുത്തും. മാരക രോഗങ്ങൾ ഇതാ ഈശോ സുഖപ്പെടുത്തുകയാണ്. കർത്താവ് നിങ്ങളുടെ മധ്യത്തിലൂടെ നിങ്ങളുടെ രോഗാതുരമായ മേഖലകൾ സ്പർശിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ ആശീർവദിച്ചുകൊണ്ട് ഈശോ കടന്നു വരുന്നു. അത്തരം കാഴ്ച കൊടുത്ത ദൈവം, ബഥനിലെ കേൾവി കൊടുത്ത ദൈവം, ഗുണത്തിന് നടക്കാൻ കരുത്ത് കൊടുത്ത ദൈവം, കോരോട് നിവർത്തിയ ദൈവം, കൈ സൂക്ഷിച്ചവനെ സുഖപ്പെടുത്തിയ ദൈവം ഇതാ നിങ്ങളെ ആശീർവദിക്കുകയാണ്. വിളിച്ചപേക്ഷ കർത്താവേ, എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കഴിയണമേ എന്ന് കരകളുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. മക്കളെ സമർപ്പിക്കട്ടെ. വിദ്യാഭ്യാസം ചെയ്ത മക്കള്, IELTS നെറ്റിൻ്റെ സെറ്റിൻ്റെ നീറ്റിൻ്റെ എക്സാം എഴുതുന്നവര്, വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ ഈശോ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്തമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. സിനി ബൈജു, ഞാൻ കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോന് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ് ആദ്യം ഇവിടെ പറയാൻ പോകുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇവിടുത്തെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്, ഡിസംബർ 7, 2023. ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. പക്ഷേ 2 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോഴും എനിക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അന്നങ്ങ് തിരിച്ചു പോയി. ഞാൻ നേർച്ച വസ്തുക്കളായ തേനും ഉപ്പും മേടിച്ചുകൊണ്ടങ്ങ് പോയി. ഒരു ദിവസം പെട്ടെന്ന് മോന് ഒരു കലശലായ പനി വന്നു. 2 ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും അവന് ഒരു കുറവുമില്ല. രാത്രി മുഴുവൻ തുടച്ച് എടുത്തിട്ട് ഒരു കുറവുമില്ല. അങ്ങനെ എമർജൻസി, ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയി. എമർജൻസി ആയിട്ട് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരുപാടങ്ങ് കുറഞ്ഞു പോയി. അപ്പം നമുക്കും അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അങ്ങനെ എമർജൻസി ആയിട്ട് ആംബുലൻസിൽ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ മാതാവിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടേ ഉള്ളൂ, തീർത്ഥാടന ഉടമ്പടി എടുത്തില്ല. അപ്പോഴെനിക്ക് ഞാൻ ശക്തമായിട്ട് മാതാവിനെ പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിൻ്റെ പ്ലേറ്റ് കൗണ്ട് നോർമൽ എത്തണേ, ഞാൻ വന്ന് ഉടമ്പടി എടുത്താക്കാമെന്നും സാക്ഷ്യം പറയാമെന്നും പറഞ്ഞിരുന്നു. ഒരു 3 മാസം എടുത്തു ആ കുഞ്ഞിൻ്റെ നോർമൽ റേറ്റിൽ വരാൻ. ഞാനങ്ങനെ കുഞ്ഞിനിതായതിനു ശേഷം വന്ന് ഉടമ്പടി എടുത്തു, സാക്ഷ്യം പറയാമെന്ന് അന്ന് നേർന്നിരുന്നു. ശക്തമായിട്ട് ഞാൻ മാതാവിനെ വിളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഓരോ നിമിഷവും ഞാൻ എൻ്റെ ഫോണിൽ മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എനിക്ക് പണ്ട് മുതലേ മാതാവിനെ ഭയങ്കര ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് ഒരു പത്രം കിട്ടിയത് 2018 ഒരു പത്രം എൻ്റെ ഒരു റിലേറ്റീവ്സ് എനിക്ക് കൊണ്ടു തന്നാണ് ഞാൻ ഈ മാതാവിനെക്കുറിച്ച് ഇവിടെ ഇങ്ങനെ ആലപ്പുഴയിലുണ്ട് എന്നറിയുന്നത്. പക്ഷേ ഇത്രയും ദൂരം കൊല്ലത്ത് നിന്ന് വരെ വരാൻ ഞാൻ എങ്ങനെ കൊണ്ടുപോകും, എൻ്റെ വീട്ടിൽ വിടുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞപ്പോൾ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഒരുമിച്ചാണ് ഇവിടെ വന്നത്. അന്ന് ഇവിടെ അവധിയായിരുന്നു, ഒരു പെസഹ വ്യാഴമായിരുന്നു, ഇവിടെ അവധിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മോനെ ഈ കൗണ്ട് നിന്ന് അവസാനം ബോൺ മാരോ ചെയ്യണമെന്ന് വരെ പറഞ്ഞതാണ്. ബ്ലഡ് കൗണ്ട് ഒരിക്കലും ഒരു പകുതിയിലിങ്ങനെ നിൽക്കുക. നോർമൽ വരണമെങ്കിൽ 1,50,000 മുകളിലോട്ട് വരണം. കുഞ്ഞിനൊരു 80,000 നിൽക്കുക, അതിൽ കൂടുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി, മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് എൻ്റെ കുഞ്ഞിന് നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും കൊടുത്ത് എൻ്റെ കുഞ്ഞിന് ഒരാഴ്ചയ്ക്കകം, പിന്നെ 10 ദിവസം കൂടുമ്പോഴാണ് ബ്ലഡ് നോക്കേണ്ടത്. നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിന്, എനിക്കത് ഒട്ടും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, 80,000 കിടന്ന കൗണ്ട് 2,34,000 എൻ്റെ മാതാവ് എന്നെ ഉയർത്തി, എന്നെ അവിടെ അനുഗ്രഹിച്ചു. പിന്നെ മോൻ്റെ തന്നെ ഒരു രോഗസൗഖ്യം കൂടെയാണ്. കഴുത്തിൽ ഇവിടെ ഒരു കഴല കണക്ക് വന്നു. അന്ന് ഞാൻ കൊണ്ടുപോയി ഇത് കണക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ FNAC ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനും കൊടുത്തിട്ട് ഞാൻ മാതാവിനെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ തേനും ഉപ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. 10 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. ഈ 2 സാക്ഷ്യങ്ങളാണ് എൻ്റെ മോൻ്റെ കാര്യം.
പിന്നെ മോളെ കാര്യം, മോള് +2 പഠിച്ചപ്പോൾ അവൾ പഠിക്കും, ആവറേജ് കൂടുതൽ പഠിക്കും. പക്ഷേ അവൾ റിസൾട്ട് വരുമ്പോൾ അവൾക്ക് മാർക്ക് കുറവാണ്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പാടാണ്. അമ്മ എക്സാം എഴുതിയിട്ട് വന്നിട്ട് പറയാം, അമ്മ എനിക്ക് ടഫായിരുന്നു, അങ്ങനെയാണ്. അപ്പം ഞാൻ പറയും, നീ വിഷമിക്കണ്ട, മാതാവില്ലേ നമ്മുടെ കൂടെ. ഞാൻ അവൾ എക്സാമിന് പോകുമ്പോൾ അവൾ എൻ്റെ കാശ് രൂപം ഞാൻ അവൾക്ക് കൊടുത്ത് ഉപ്പും കൊടുത്തു വിടും. അപ്പോൾ അവൾ പറയും, അമ്മ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ഉപ്പിങ്ങനെ വിതറിയിട്ടാണ് ഞാൻ ഇരുന്നത്, കാശ് രൂപം ശക്തമായിട്ട് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുതിയത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ഒരു പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകണമെങ്കിൽ നല്ല മാർക്കുണ്ടെങ്കിലേ പറ്റൂ. അപ്പം 96 മാർക്ക് ഞാൻ വെറുതെ എൻ്റെ ഒരു ഗസ്സിന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ മാതാവ് അവിടെയും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞിനെ 96% നൽകി. എൻ്റെ കുഞ്ഞിന് പിന്നെ അഡ്മിഷൻ്റെ കാര്യമായിരുന്നു. പിന്നെ അഡ്മിഷന് വേണ്ടി നഴ്സിംഗ് ആയിരുന്നു താല്പര്യം പോകാൻ. അപ്പോൾ വെളിയിലൊക്കെ പോകണമെങ്കിൽ 98 ഉള്ളവർക്ക് പോലും കേരളത്തിൽ കിട്ടുന്നില്ല, 99 ഉള്ളവർക്ക് പോലും കേരളത്തിൽ കിട്ടിയില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിനെ ദൈവം അവിടെയും അനുഗ്രഹിച്ചു. ഞാൻ ആപ്ലിക്കേഷൻ അയച്ചപ്പോൾ ഉപ്പ് വെച്ച് കാശ് രൂപം വെച്ച് മനസ്സിൽ പ്രാർത്ഥിച്ച്, മാതാവ് എൻ്റെ കുഞ്ഞിന് കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞ്. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലെ ഉപാസന നഴ്സിംഗ് കോളേജിൽ തന്നെ എൻ്റെ കുഞ്ഞിന് LBSൽ അഡ്മിഷനും കിട്ടി. ഇപ്പം ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു പോകുകയാണ്. അതും വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് 3ാമത്തെ പുതുക്കലായിരുന്നു. അന്ന് വന്ന് ഞാൻ സാക്ഷ്യ പേപ്പറൊക്കെ മേടിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ എനിക്കന്ന് സമയം അങ്ങ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ 8:30 ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് പറയാൻ പറ്റിയില്ല. പിന്നെ അത് രണ്ടുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ, ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ എനിക്ക് ഈ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ ആദ്യം ഒരു നാണക്കേട് പോലെ ആയിരുന്നു. എന്തൊരു വിചാരിക്കും ആളുകൾ, ഇനി എന്നെ എന്തൊരു പറയും എന്നൊക്കെ പേടിച്ചാണ് ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. ആദ്യ പ്രാവശ്യം കൊടുത്തപ്പോൾ പിന്നെ എനിക്ക് ഇത് കൊടുക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ഹരമാണ്. എനിക്ക് ആ പത്രം മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴേ അത് കൊടുത്ത് തീർക്കണം. ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്നത് പോലെ മാതാവിനെ പറഞ്ഞു വേണം കൊടുക്കാൻ. വെറുതെ ആദ്യം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു പോകുമായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, അറിയാത്തവരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രം നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നീട് ഇപ്പം സന്തോഷത്തോടെയാണ് കൊടുക്കുന്നത്. അതിൽ നിരസിച്ചവരും ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ പറയും, സാരമില്ല, വാങ്ങണ്ട. എനിക്ക് സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞോടെ പത്രം കൊടുത്തപ്പോൾ 2-3 പേര് ഇങ്ങോട്ട് വന്നിട്ട്, ഈ മാസത്തെ പത്രം കിട്ടിയില്ല ചേച്ചി, എനിക്ക് താങ്ക്സ് ചേച്ചി എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കങ്ങ് സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ മാതാവിനോട് അങ്ങ് താങ്ക്സ് പറഞ്ഞു. മാതാവേ, നിന്നിൽ വിശ്വാസമുള്ളവരുണ്ടല്ലോ. പക്ഷേ എവിടെ ചെന്ന് നമ്മൾ പത്രം കൊടുത്താലും അവർക്കെല്ലാം അറിയാം, കൃപാസനത്തിൽ അത് കേൾക്കുമ്പം തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. പിന്നെ വീടിനടുത്ത് ഉള്ളൊരു ഹോം ഗേജിൽ ഞാൻ പോയി ഫുഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു. ഫുഡ് കൊടുക്കും. പിന്നെ അവിടെ ഒരു പാരപ്പള്ളിയിൽ ESA ഹോസ്പിറ്റലിൽ ഫുഡ് പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കുമായിരുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി. പ്രേക്ഷിത വേലയിട്ട് അച്ഛൻ്റെ ഡെയിലി ടോക്ക് എന്നും കേൾക്കും. അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചയും കൂടും. അച്ഛൻ പറയുന്ന ധ്യാനം കേട്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എനിക്കൊന്നും അറിയില്ല. ബൈബിള് വായിക്കാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഒരു ബൈബിള് മേടിച്ചുകൊണ്ട് പോയി. ഇപ്പം ഞാനത് അരമണിക്കൂർ വീതം വായിക്കാറുണ്ട്. എന്ത് സങ്കടം വന്നാലും എൻ്റെ ഉടമ്പടി കാശ് രൂപവും ജപമാലയും ചെല്ലാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അതെടുത്തിട്ട് ഒരു വിശ്വാസ പ്രമാണം, ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു സ്വർഗസ്നായി ചൊല്ലി ഞാൻ എന്ത് സങ്കടം മനസ്സിനുണ്ടോ അപ്പോഴേ ആ സങ്കടം എനിക്കത് മാതാവ് അപ്രത്യക്ഷമാക്കി തരും. പിന്നെ എന്തൊരു സങ്കടം ഉണ്ടെങ്കിലും മാതാവ് അങ്ങ് വിളിച്ചു പോവും. അമ്മേ, ഇന്ന് തന്നെ ഞാൻ ഇപ്പോൾ 1 മാസമായി വരാൻ ലേറ്റായി. അപ്പോൾ ഈ സാക്ഷി എനിക്കിന്ന് പറഞ്ഞിട്ട് പോകുന്ന എനിക്കൊരു സമാധാനമില്ല. കഴിഞ്ഞ മാസം വന്നപ്പോഴേ പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചാണ്, പറ്റിയില്ല. പിന്നെ എന്നെ കളിയാക്കിയവർ വരെ ഉണ്ട്. എൻ്റെ കൂട്ടുകാർ എന്നെ ചോദിക്കും, നീ എന്തോ മതം മാറിയ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, മതത്തിലൊന്നും ഒരു കാര്യമില്ല, നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മളെ രക്ഷിക്കും എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ മാതാവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എൻ്റെ കൊച്ചിനൊക്കെ ഒരു പനി വന്നാൽ ഞാൻ ആദ്യം മരുന്നല്ല കൊടുക്കുന്നത്. ഞാൻ ആദ്യം പോയി ഉടമ്പടി കാശ് രൂപം എടുത്ത് കൊച്ചിൻ്റെ ഉടുപ്പിൽ പിൻ ചെയ്ത് വെക്കും. എന്നിട്ട് തേനും ഉപ്പും കൊടുക്കും. എൻ്റെ ഡോക്ടർ മാതാവാണ്. എൻ്റെ നേർച്ച വസ്തുക്കളാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മരുന്നായിട്ട് ആദ്യം ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ മരുന്ന് ഞാൻ കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ കഴിവതും ഞാൻ ആശുപത്രി പോവാൻ നോക്കത്തില്ല. മാതാവിൽ വിളിച്ചാൽ എനിക്ക് ഉറപ്പാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് നന്ദി. ആദ്യമേ ഞാൻ ക്ഷമ പറയുകയാണ്, ഞാൻ താമസിച്ചു പോയി. 2023 ഉടമ്പടി എടുത്തതാണ് ഞാൻ. ആദ്യമേ ഞാൻ ക്ഷമ പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന തിരുക്കുമാരനോടും
മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഈ ആൾത്താരയിൽ കയറി നിന്ന് ആദ്യത്തെ സാക്ഷ്യമാണ് പറയുന്നത്. എന്നും വരുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണേ മാതാവേ എന്ന്. പക്ഷേ എനിക്കിത് നേരത്തെ കിട്ടി. ഇതിപ്പോൾ 1.5 വർഷമായി മോൻ്റെ ഈ സൗഖ്യവും മോളത് കിട്ടിയിട്ട് ഇപ്പോഴാണ് പറയാൻ പറ്റിയത്. അതിൽ അതിയായ സന്തോഷമുണ്ട്. മാതാവിനും തിരുക്കുമാറിനും